എന്തായാലും ഗൗതം നമുക്ക് വീണ്ടും ഡൽഹിയിലേക്കാണ് പോകേണ്ടത്. വലിയ മഴയാണ്. എന്തായാലും നമ്മുടെ ഒരു പ്രാർത്ഥന ഈ ഓണത്തിന് മഴ പെയ്യരുത് എന്നാണ്. എനിക്ക് കഴിഞ്ഞ 2-3 ഓണങ്ങൾ മഴ ഇല്ലായിരുന്നല്ലേ, പക്ഷേ മഴ ഒരു ഘട്ടത്തിൽ പ്രളയത്തിലേക്ക് വരെ എത്തിയതാണ്. അത് ചിന്തിക്കാൻ പോലും വയ്യ. ആ ഒരു ഓണത്തെ പറ്റിയൊക്കെ ഓർമ്മയില്ല. 2020-2021 കൊറോണയുടെയും മഴക്കാല പ്രളയവും കൊണ്ടുപോയി. കാരണം കാത്തിരുന്നാണ് ഒരു ഓണം വരുന്നത്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ ഒരിക്കൽ നമ്മൾ ഒരു വർഷം നമ്മുടെ തുടങ്ങുകയാണ് ചിങ്ങമാസത്തിൽ. അപ്പോൾ അത് ഈ മഴയിലൊക്കെ ഒലിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആ വർഷം മാത്രമല്ല ആ ഒരു മഴ എന്ന് പറയുന്നത് അത് വലിയൊരു നാശം വിതച്ച അല്ലേ, ഒരുപാട് ജീവനുകൾ എടുത്ത ആ വർഷം ഓണം ആഘോഷിക്കാൻ പറ്റില്ലായിരുന്നു. ഒരുപക്ഷെ ആ പ്രളയത്തിന് ശേഷം വസന്തം വന്നാലും നമുക്ക് ഓണം ആഘോഷിക്കാൻ പറ്റില്ലായിരുന്നു. അത് ഒരിക്കലും മറക്കാനാവാത്ത വലിയൊരു ദുരന്തം. അതിൻ്റെയൊക്കെ ആഘാതം മാറാത്ത നിരവധി കുടുംബങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. എന്നാലും നമുക്ക് ഉത്തരേന്ത്യയിലേക്ക് പോകാം. ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴ തന്നെയാണ്. ഇപ്പോഴും ആ കനത്ത മഴ തുടരുകയാണ്. ഹിമാചൽ പ്രദേശ് മാണ്ഡിയിലെ സുന്ദർ നഗറിൽ മണ്ണിടിച്ചിലിൽ 4 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൈന്യത്തിൻ്റെയും NDRFിൻ്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഡൽഹിയിൽ യമുന നദി കരകവിഞ്ഞൊഴുകി. ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, കഴിഞ്ഞ 2 ദിവസമായി വലിയ മഴയായിരുന്നു അവിടെ. ഇപ്പോഴും മഴ തുടരുകയാണോ? ഈ യമുന നദി കരകവിഞ്ഞൊഴുകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് സ്ഥിതി? ജാക്കി, ഡൽഹിയിൽ നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. എങ്കിൽ പോലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് അടുത്ത 24 മണിക്കൂറിലും ഇടവിട്ട കനത്ത മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത്. ഡൽഹിയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി കനത്ത മഴ തുടരുകയാണ്. യമുന നദി കരകവിഞ്ഞൊഴുകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമീപ പ്രദേശത്ത് നിന്ന് യമുന നദിയുടെ കരയിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളെയും മാറ്റി താമസിപ്പിക്കുന്നതിനും താൽക്കാലിക ഷെൽട്ടറുകളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. യമുന നദിയുടെ തീരപ്രദേശത്ത് നിന്ന് മുഴുവൻ ആളുകളെയും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഡൽഹി സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. കനത്ത മഴ ജനജീവിതം ദുസ്സഹമാക്കുന്നു. ഒപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാകെ പരിശോധിക്കുമ്പോൾ ഡൽഹിക്ക് പുറമെ ഹരിയാന, പഞ്ചാബ്, ഛത്തീസ്ഗഡ്, ജമ്മു കശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ പരക്കെ മഴയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിൽ മാണ്ഡിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള മണ്ണിടിച്ചിലിൽ 4 മരണം റിപ്പോർട്ട് ചെയ്തു. അവിടെയും 2-ലധികം വീടുകൾ പൂർണ്ണമായും മണ്ണിനടിയിലേക്ക് തകർന്നു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും സംയുക്തമായി അവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മാണ്ഡിയിൽ റോഡ് പൂർണ്ണമായും തകർന്നതിനാൽ അവിടെയും ചണ്ഡീഗഡ് മണാലി ഹൈവേ താൽക്കാലികമായി അടച്ചിരുന്നു. ജമ്മു കാശ്മീരിലും സമാനമായ അവസ്ഥയാണുള്ളത്. താവി, ചെനാബ് നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. താവി നദി അപകടനിലയും കഴിഞ്ഞുകൊണ്ട് കരകവിഞ്ഞൊഴുകുന്നത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഭാരതം പ്രളയ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ജമ്മു ശ്രീനഗർ ഹൈവേയിൽ താൽക്കാലികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങളിൽ മലയോര മേഖല, അതായത് ഉയർന്ന പ്രദേശങ്ങളിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന മാർഗനിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. വിനോദസഞ്ചാരികളാണെങ്കിലും തീർത്ഥാടകരാണെങ്കിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെയും ഒപ്പം സർക്കാരിൻ്റെയും നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും പരിശോധിച്ച് മാത്രം യാത്ര ക്രമീകരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഉത്തരാഖണ്ഡിൽ ഉത്തരകാശിക്ക് പുറമെ പല സ്ഥലങ്ങളിലും അതിശക്തമായിട്ടുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു. അവിടങ്ങളിലും ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടർന്നു വരികയാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം അടുത്ത 24 മണിക്കൂർ കൂടി ഈ സംസ്ഥാനങ്ങളിൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇടവിട്ട കനത്ത മഴ തുടരും എന്നാണ് വ്യക്തമാക്കിയത്. ഡൽഹിയെ സംബന്ധിച്ച് ഇന്ന് രാവിലെ മുതൽ മഴ മാറി നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും യമുന നദി കരകവിഞ്ഞൊഴുകുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ പലതും വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. രാഖി. ശരി ജിഷ്ണു, ഡൽഹിയിൽ കനത്ത മഴയ്ക്ക് താൽക്കാലിക ശമനമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അല്പം ഒരു ആശ്വാസം നൽകുന്ന വാർത്ത.